ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ കേസ് അന്വേഷിച്ച മുൻ SP ജയമോഹൻ സംസാരിക്കുന്നു. ശാന്തമായ ശ്രമം, ആ ഒരു കോൺഫിഡൻസിൽ ഈ കേസ് ശിക്ഷയിലെത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഈ കേസിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾക്കെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി അവറുകൾ വഴി അന്ന് അപേക്ഷിച്ചിരുന്നു. അതുകൂടാതെ ഞാൻ ഹൈക്കോടതി വിജിലൻസിൽ പരാതിപ്പെട്ടിരുന്നു. ആ വിജിലൻസ് അന്വേഷണമാണ് ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം തുടക്കം. ഇതിനാധാരമായ കാര്യം ആ വിജിലൻസ് അന്വേഷണമാണ്. അതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോടതിക്കുള്ളിൽ നടന്ന തിരിമറിയാകാം എന്ന് മനസ്സിലാക്കി ഇതിന്മേലൊരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് അങ്ങനെ പോലീസ് കോടതിയുടെ നമ്മുടെ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെയും നിർദ്ദേശപ്രകാരം ഇവിടെ കേസ് രജിസ്റ്റർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് മറ്റ് ചില കാരണങ്ങളാൽ അകാലത്തിൽ ചരമമടയേണ്ട ഗതിയുണ്ടായി. പക്ഷേ പിന്നീടും ആ കേസ് ശ്രീ സെൻകുമാർ സാറിൻ്റെ ഒക്കെയുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് അത് വീണ്ടും ചാർജ് ഷീറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് പല കോടതി നടപടികളും ഒക്കെ നിങ്ങൾക്കറിയുന്നതാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇത് സംബന്ധിച്ച പല കേസുകൾ നടന്നു. ഇത്തരുണത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു പേരാണ് നിങ്ങളിൽ ഒരാളായ ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ അനിൽ ഇമ്മാനുവൽ. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലാണ് ഒരുപക്ഷെ ഈ കേസിനെ വീണ്ടും ഈ ലെവൽ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു അന്വേഷണാത്മകമായ ഒരു കാര്യത്തിൽ എങ്ങനെ നിതാന്തമായി, അതായത് ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി മാത്രമല്ല, ബിയോണ്ട് ബ്രേക്കിംഗ് ന്യൂസ് അതിൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പുറകിൽ അദ്ദേഹം ആദ്യം വന്നപ്പോൾ ഞാൻ പല മാധ്യമപ്രവർത്തകരെയും കണ്ടത് കാരണം ഞാൻ അത്ര അദ്ദേഹത്തെ വെൽക്കം ചെയ്തില്ല. പക്ഷേ അദ്ദേഹം ഇതിൽ എത്ര സിൻസിയറായിട്ടാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ വിജിലൻസ് വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ജോസഫ് സാജു എന്ന SP, അദ്ദേഹവുമൊക്കെ അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാർ, ഒരുപാട് മാധ്യമപ്രവർത്തകർ. ഞാൻ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KK ജയമോഹനാണ് സത്യം തെളിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി സംസാരിച്ചത്.